ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തനു വേണ്ടി തന്റെ ദർശനം നൽകാൻ ഒരു മതിൽ തകർത്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണന്റെ പരംഭക്തനായ കനകദാസന്റെ ജീവിതത്തിലെ ഒരു അവിശ്വസനീയമായ സംഭവമാണത്. 16-ാം നൂറ്റാണ്ടിൽ കർണാടകയിലെ ഒരു സാധാരണ ഇടയ കുടുംബത്തിലാണ് കനകദാസൻ ജനിച്ചത്. ആടുകളെ മേയ്ക്കാൻ പോകുന്ന കാടിന്റെ നിശബ്ദതയിൽ പോലും അദ്ദേഹത്തിന്റെ അതരങ്ങൾ കൃഷ്ണനാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. മാധവചാര്യർ പ്രതിഷ്ഠിച്ച ഉടുപ്പിയിലെ അതിമനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ആ രൂപമൊന്ന് നേരിൽ കാണാൻ കനകദാസന്റെ മനസ്സ് കൊതിച്ചു. അങ്ങനെ അദ്ദേഹം ഒരുപാട് ദൂരം യാത്ര ചെയ്ത്, അതായത് നഗ്നപാതനായി നടന്ന് ഉടുപ്പിയിലെത്തി. എന്നാൽ ക്ഷേത്ര കവാടത്തിൽ കനകദാസനെ കാത്തിരുന്നത് തികഞ്ഞ അവഗണനയായിരുന്നു. അന്നത്തെ ഒരു വിവേചനം കാരണം അദ്ദേഹത്തിന് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ കാണാൻ അനുവദിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. എങ്കിലും പൂജാരിമാരോട് കലഹിക്കാനോ പരാതി പറയാനോ അദ്ദേഹം നിന്നില്ല. തന്റെ ഭഗവാൻ അവിടെയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹം ക്ഷേത്രത്തിന് പുറകിലെ ചുവരിലേക്ക് മാറിയിരുന്നു. തന്റെ തമ്പുരു മീട്ടി വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പാടി, "കൃഷ്ണ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ദർശനം നൽകുകയില്ലേ? എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞാലും അങ്ങ് എന്നെ ഉപേക്ഷിക്കുകയാണോ?" ആ വിലാപം ഉടുപ്പിയിലെ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. ഒരു രാത്രിയിൽ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് ആ അത്ഭുതം സംഭവിച്ചു. കനകദാസൻ പാടിക്കൊണ്ടിരുന്ന ഭാഗത്തെ ക്ഷേത്രമതിൽ വലിയൊരു ശബ്ദത്തോടെ വിണ്ടുകീറി. സാധാരണ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം തന്റെ ഭക്തനെ കരച്ചിൽ കേട്ട് 108 ഡിഗ്രി തിരിഞ്ഞ് പടിഞ്ഞാറോട്ട്, അതായത് കനകദാസന്റെ നേരേക്ക് തിരിഞ്ഞു നിന്നു. ആ മതിലിന്റെ വിടവിലൂടെ ഭഗവാൻ തന്റെ പ്രിയ ഭക്തന് ദർശനം നൽകി. പിറ്റേന്ന് രാവിലെ എത്തിയ പൂജാരിമാർ വിഗ്രഹം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അമ്പരന്നുപോയി. ഭഗവാൻ തന്നെ ആ ഭക്തനെ സ്വീകരിച്ചുവെന്ന് മനസ്സിലാക്കിയ അവർ കനകദാസന്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ഇന്നും ഉടുപ്പിയിൽ ഭഗവാൻ പടിഞ്ഞാറോട്ടാണ് ദർശനം നൽകുന്നത്. ഭക്തർ ഭഗവാനെ ദർശിക്കുന്നത് കനകനഖിണ്ടി, അതായത് കനകന്റെ ജന്നൽ എന്ന ആ വിടവിലൂടെയാണ്. കനകദാസന്റെ ലളിതമായ ജീവിതത്തോടുള്ള ആദരവായി ഇന്നും ഉടുപ്പിയിൽ ഉഴുന്നുവട പ്രധാന നിവേദ്യമായി നൽകുന്നു. മനുഷ്യർക്കിടയിലെ വേർതിരിവുകളോ ഭൗതികമായ അളവുകോലുകൾക്കോ അപ്പുറമാണ് ഈശ്വരകൃപ എന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാർത്ഥമായ ഒരു വിളി കേട്ടാൽ ഭഗവാൻ ഏത് മതിലുകളും ഭേദിച്ച് തന്റെ ഭക്തന്റെ മുന്നിലെത്തും. ബാഹ്യമായ കാര്യങ്ങളിലല്ല, മറിച്ച് ഹൃദയത്തിലെ നിർമ്മലമായ സ്നേഹത്തിലും അചഞ്ചലമായ വിശ്വാസത്തിലുമാണ് ഭഗവാൻ വസിക്കുന്നത് എന്നതിന്റെ ശാശ്വത സ്മരണയായി ഉടുപ്പിയിലെ ആ ജാലകം ഇന്നും നിലകൊള്ളുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ കനകദാസന് ദർശനം നൽകിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.